ഹലോ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്ന് നമുക്ക് കൊഴുവ അതല്ലെങ്കിൽ നെത്തോലി എന്ന് പറയുന്ന മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ സ്റ്റൗവിലേക്ക് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ആവശ്യമാണ്. അതിന് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ച മണമൊക്കെ മാറി അരപ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നല്ല പച്ച മണമൊക്കെ മാറി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി എന്തായെന്ന് നോക്കിയാലോ. നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പാണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 2 വറ്റൽമുളക് കീറിയത്, ചെറിയുള്ളി, കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതേ നമ്മളുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനൊരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതേ നമ്മുടെ സിമ്പിളായിട്ടുള്ള നെത്തോലി അല്ലെങ്കിൽ എന്താ പറയുക കൊഴുവ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും താങ്ക്